നമസ്കാരം. കോൺറാഡ് ചക്രവർത്തി ഒരിക്കലൊരു ജർമ്മൻ കോട്ട ആക്രമിച്ച് കീഴടക്കാൻ ഒരുമ്പെട്ടു. പക്ഷെ കോട്ടയ്ക്കുള്ളിലെ ജനം സധൈര്യം ചെറുത്തുനിന്നു. നിരുപാധികം കീഴടങ്ങാൻ ചക്രവർത്തി അന്ത്യശാസനം നൽകിയെങ്കിലും ജനം അത് തള്ളിക്കളഞ്ഞു. ക്രുദ്ധനായ ചക്രവർത്തി പടനീക്കം അതിശക്തവും ക്രൂരവുമാക്കി. കോൺറാഡിൻ്റെ പടയാളികളോട് ഏറെ നേരം പൊരുതി നിൽക്കാൻ അവർക്ക് സാധിച്ചില്ല. അന്ത്യശാസനം നിരസിച്ചതിന് ശിക്ഷയായി എല്ലാവരെയും വധിക്കാൻ ചക്രവർത്തി ഉത്തരവിട്ടു. എന്നാൽ ഉത്തരവ് നടപ്പാക്കുന്നതിന് മുൻപ് അദ്ദേഹത്തിൻ്റെ മനസ്സു മാറി. സ്ത്രീകളും കുട്ടികളും തങ്ങളുടെ വിലപ്പെട്ട സമ്പാദ്യങ്ങളുമായി രക്ഷപ്പെട്ടുകൊള്ളാൻ ചക്രവർത്തി അനുമതി നൽകി. ബാക്കിയുള്ളവരെ വധിക്കാനായിരുന്നു അദ്ദേഹത്തിൻ്റെ പദ്ധതി. എന്നാൽ സ്ത്രീകളും കുട്ടികളും കോട്ടയ്ക്കുള്ളിൽ നിന്നും പുറത്തേക്ക് വന്നത് പൊന്നും വെള്ളിയുമായിട്ടായിരുന്നില്ല, തങ്ങളുടെ പുരുഷന്മാരുടെ കൈപിടിച്ച് അവരെയും കൊണ്ടാണ്. ചക്രവർത്തിയുടെ പടയാളികൾ അവരെ തടഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ കുടുംബാംഗങ്ങളായ ഇവരാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സമ്പാദ്യം, ഇവരാണ് ഞങ്ങളുടെ സന്തോഷം. ദയവായി ഇവരെ കൊണ്ടുപോകാൻ ഞങ്ങളെ അനുവദിക്കണം. ഈ വിവരം ചക്രവർത്തിയുടെ ചെവിയിലുമെത്തി. അവരെ തടയാൻ അദ്ദേഹം മുതിർന്നില്ല. തങ്ങളുടെ ഏറ്റവും വിലപ്പെട്ടത് എന്താണെന്ന് തീരുമാനിക്കാനുള്ള അവകാശം ചക്രവർത്തി തന്നെ അവർക്ക് നൽകിയിരുന്നല്ലോ. അദ്ദേഹം വാക്കുപാലിച്ചു. ജീവിതത്തിൽ എന്താണ് വിലപ്പെട്ടത് എന്ന് തീരുമാനിക്കുവാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ജീവിതത്തിൽ ചില മുൻഗണനകൾ നൽകുവാനുള്ള സ്വാതന്ത്ര്യം. അതെ, ആ സ്വാതന്ത്ര്യം തന്നെയാണ് ചില തിരിച്ചറിവുകളിലേക്ക് നമ്മെ നയിക്കുന്നത്. എന്താണ് എൻ്റെ ജീവിതത്തിലെ വിലപ്പെട്ടത്? ആ വിലപ്പെട്ടതിനെ കണ്ടെത്തുവാൻ, തിരിച്ചറിയുവാൻ, ആ തിരിച്ചറിവിൻ്റെ വെളിച്ചത്തിൽ യാത്ര തുടരുവാൻ നമുക്കും സാധിക്കട്ടെ. നല്ല ഒരു ദിനമാണ് കാത്തിരിക്കുന്നത്. ആസ്വദിക്കാം. നേരുന്നു ശുഭദിനം.